കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന കോൺഗ്രസിലെ തരൂർ തർക്കങ്ങൾക്ക് അവസാനമാവുകയാണ്. തരൂർ ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയ്ക്ക് ഇന്ന് പാർലമെന്റിൽ ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ശശി തരൂർ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ശശി തരൂർ പറഞ്ഞത് "വി ആർ ഓൺ ദ സെയിം പേജ്" എന്നാണ്. ഈ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ വലിയൊരു ആവേശം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള അകൽച്ചയ്ക്ക് തുടക്കമാകുന്നത്. പഹൽഗാം സൃഷ്ടിച്ച സമ്മർദ്ദങ്ങളെ പ്രധാനമന്ത്രി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന ശശി തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ വിമർശനത്തിന് കാരണമായി. ശശി തരൂർ BJPയിലേക്കുള്ള ടിക്കറ്റ് കാത്തു നിൽക്കുകയാണെന്ന് പരിഹാസ രൂപേണ പല നേതാക്കളും പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ നവംബറിലെ ചില കാര്യങ്ങൾ ഈ വിള്ളലുകൾ കൂടുതൽ വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക കാഴ്ചപ്പാടിനെ കുറിച്ച് എക്സിൽ പ്രശംസിച്ച ശശി തരൂരിനെതിരെ വലിയ വിമർശനമാണ് നേതാക്കൾക്കിടയിൽ നിന്നും ഉണ്ടായത്. താൻ പ്രശംസിക്കുകയല്ല, കാര്യങ്ങൾ വിശദമായി പറയുകയാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതിനു ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നതൊരു കുടുംബ ബിസിനസ് ആണെന്നൊരു ലേഖനം ശശി തരൂർ എഴുതിയത്. ഇത് നെഹ്റു കുടുംബത്തെ ലക്ഷ്യം വെച്ച് എഴുതിയതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു. BJP ഇതൊരു ആയുധമാക്കിയതോടുകൂടി കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് 2022-ലാണ്. കോൺഗ്രസിൽ നേതൃത്വ മാറ്റം വേണമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ G23 ഗ്രൂപ്പിൽ ശശി തരൂറും അംഗമായിരുന്നു. അതിനുശേഷം AICC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് ശശി തരൂർ തോൽക്കുകയും ചെയ്തു. ഇതിനുശേഷം പലരും സംശയത്തോടെയാണ് ശശി തരൂരിനെ നോക്കിയത്. ഇതിനുശേഷം വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഡൽഹിയിൽ കൂടിയ മീറ്റിംഗിലും ശശി തരൂർ പങ്കെടുത്തില്ല. കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് താൻ വരാത്തതെന്ന് ഔദ്യോഗികമായിട്ട് ശശി തരൂർ അറിയിച്ചെങ്കിലും ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തിയാണ് ഇതിന് കാരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു. എന്നാൽ ഇന്ന് പാർലമെന്റിൽ ഖാർഗെയുടെ ഓഫീസിൽ നടന്ന 1.5 മണിക്കൂറോളം മീറ്റിങ്ങുകൾക്ക് ശേഷം ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ്: "ഞാൻ എൻ്റെ പാർട്ടി അംഗങ്ങളെ കാണുന്നതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്? ക്രിയാത്മകമായ ചർച്ചകൾ നടന്നു. രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം." വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ അവഗണിക്കില്ല എന്ന് നേതൃത്വം ഉറപ്പ് നൽകിയതായി സൂചനകൾ വരുന്നുണ്ട്. താൻ മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുകയല്ലെന്നും ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ ഏൽപ്പിച്ച MP-യുടെ ജോലി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ശശി തരൂർ പറഞ്ഞു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ശശി തരൂരിനെ പിണക്കി നിർത്തുന്നത് അത്ര ശരിയല്ല എന്ന വ്യക്തമായ ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തിയും യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ഉപയോഗിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതും. അതിനോടൊപ്പം തന്നെ ശശി തരൂർ പരാതിപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്നും കോൺഗ്രസ് അറിയിച്ചു. അഭ്യൂഹങ്ങൾക്കും തർക്കങ്ങൾക്കും താൽക്കാലിക ശമനമായെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ശശി തരൂരിന്റെ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിക്കാണുക തന്നെ വേണം. എന്തായാലും ഖാർഗെയും രാഹുൽ ഗാന്ധിയും ശശി തരൂറും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം കാണുന്ന കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്.